നീറ്റിൽ പുനഃപരീക്ഷയില്ലെന്ന് സുപ്രീം കോടതി. പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതിന് തെളിവില്ലെന്നും പട്നയിലും ജാർഖണ്ഡിലും മാത്രമാണ് ക്രമക്കേട് നടന്നതെന്നും സുപ്രീം കോടതി. വിവരങ്ങൾ സിബി നൽകും. സിബി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കഴിഞ്ഞ 3 ദിവസമായി ഈ നീറ്റ് ഹർജികളിൽ ഇപ്പോൾ ഇത്തരത്തിൽ വാദം തുടരുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് നീറ്റിൽ പുനഃപരീക്ഷ നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിൽ അപാകത ഉണ്ടായി. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് വ്യാപകമായ ഒരു ക്രമക്കേടോ ചോർച്ചയോ ഉണ്ടായിട്ടില്ല. 155 വിദ്യാർത്ഥികൾക്ക് ഈ ക്രമക്കേടിന്റെ ഗുണം ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യാപക ക്രമക്കേടെന്ന് പറയേണ്ട കാര്യമില്ലെന്നും മാത്രമല്ല ഇത് 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു വലിയ പരീക്ഷയായതുകൊണ്ട് തന്നെ ഇതിൽ വീണ്ടും ഒരു പുനഃപരീക്ഷ നടത്തേണ്ട സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതിന് തെളിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പട്നയിലും ജാർഖണ്ഡിലും മാത്രമാണ് ക്രമക്കേട് നടന്നതെന്നുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെയും NDAയുടെയും വാദം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി നീറ്റ് ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ വാദമാണ് കേട്ടത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നീറ്റിലെ ഈ പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള ഹർജിയിൽ ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി 40-ലധികം ഹർജികൾ മറ്റുമുണ്ട്. ഇനി പരീക്ഷ റദ്ദാക്കുന്നത് മറ്റുള്ള പല ആവശ്യവും ഉന്നയിച്ചുകൊണ്ടുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ ഈ പുനഃപരീക്ഷ വേണമോ എന്ന കാര്യത്തിലുള്ള ഹർജിയാണ് ഇപ്പോൾ ആദ്യം സുപ്രീം കോടതി പരിഗണിച്ചത്. ആ ഹർജിയിലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ അന്തിമമായ വിധി പോലെ നീറ്റിൽ പുനഃപരീക്ഷ വേണ്ട എന്നുള്ള ഒരു വിധി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വിനു, സിബി, നടത്തിപ്പിൽ അപാകത ഉണ്ടായി എന്ന് കോടതി തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ പട്നയിലും ജാർഖണ്ഡിലും മാത്രമാണ് ക്രമക്കേട് നടന്നതെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വാദം തന്നെയാണ് സുപ്രീം കോടതിയും പറയുന്നത്. അതേസമയം വിശ്വാസ്യത നഷ്ടപ്പെട്ടതിന് തെളിവില്ലെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും കോടതി നിരീക്ഷണത്തിലുണ്ട്. മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളാണ് വന്നത്? ഇതിൽ പ്രധാനമായും സുപ്രീം കോടതി വ്യക്തമാക്കുന്ന ഒരു പുനഃപരീക്ഷ നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായി, ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നുള്ള നിലയിൽ വ്യക്തമാണ്. ഈ ചോർച്ച എത്രത്തോളം ആഴത്തിലുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വ്യാപകമാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായും സുപ്രീം കോടതി ഉന്നയിച്ചത്. ഇതിലായിരുന്നു ഒരു വാദം നടന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരും NDAയും അടക്കം മുന്നോട്ട് വെച്ചത് മാത്രമല്ല അന്വേഷണ ഏജൻസിയായ CBIയും പിന്നെ ബീഹാർ പോലീസ് എല്ലാം നിലയിൽ വ്യക്തമാക്കിയത് ഈ ക്രമക്കേട് നടന്നത് പട്നയിലും ബീഹാറിലെ പട്നയിലും ജാർഖണ്ഡിലും മാത്രമാണ് ഈ ഒരു ക്രമക്കേട് നടന്നത് എന്നുള്ളതായിരുന്നു. എന്നാൽ ഹർജിക്കാർ പ്രധാനമായി ഉന്നയിച്ചത് മറ്റു സംസ്ഥാനങ്ങളിൽ രാജ്യസ്ഥാൻ, മഹാരാഷ്ട്ര അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ഈ മാർക്കുകളിൽ വളരെ വലിയ വ്യതിയാനമുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിന് കൃത്യമായ ഒരു തെളിവ് ഇതിൽ സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ വിശ്വാസം നഷ്ടപ്പെട്ടതായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാനാവില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. മാത്രമല്ല ഈ 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ അത് പുനഃപരീക്ഷ നടത്തുക എന്നുള്ളത് ഏറ്റവും അങ്ങേയറ്റത്തെ ശ്രമകരമായ ഒരു ദൗത്യമായി തീരുമെന്നും കോടതി വിലയിരുത്തി. എന്നാൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ പിഴവും ചോദ്യപേപ്പറിലെ ഈ പരീക്ഷ നടത്തിപ്പിലെ അപാകതയെയും സുപ്രീം കോടതി വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഈ പുനഃപരീക്ഷ നടത്തി കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ പുനഃപരീക്ഷയിലേക്ക് പോകാത്ത ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയായിരുന്നു. അതേസമയം തന്നെ ഈ പരീക്ഷയിൽ വ്യാപകമായ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായി എന്ന് കൃത്യമായി സുപ്രീം കോടതി നിരീക്ഷിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷ നടത്തിപ്പിലും അപാകത ഉണ്ടായെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വ്യാപകമായ ക്രമക്കേടല്ലാത്തതുകൊണ്ടും ഈ പരീക്ഷയുടെ വിശ്വാസം നഷ്ടപ്പെട്ടതിന് മറ്റു തെളിവുകളില്ല എന്നുള്ളതിനാലും ഈ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും എന്നുള്ളതിനാലും പുനഃപരീക്ഷ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എത്തുകയായിരുന്നു. വിനു, സിബി, ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്ര ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതിനാൽ തന്നെ ഇനി ഏത് തരത്തിലായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക? ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്
ഈ നീറ്റിലെ പ്രവേശന നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ മാസം അവസാന വാരം തന്നെ ഈ വാരം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൗൺസിലിംഗിന്റെ ആദ്യ നടപടികൾ ആരംഭിക്കും. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളുമായി ആരംഭിക്കാൻ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാൻ വേണ്ടി ഇനി കേന്ദ്ര സർക്കാരിന് സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ NT അവർ അടക്കമല്ലാതെയും ഈ പ്രവേശനത്തിനും സീറ്റ് ഒഴിവുള്ള തസ്തിക അടക്കമല്ലാതെയും അറിയിക്കാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് പ്രകാരം കൗൺസിലിംഗ് നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ആ കൗൺസിലിംഗ് നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ മാസം അവസാനം, അതായത് 24-ാം തീയതി അടുത്താണ് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലിംഗ് നടപടികൾക്ക് തുടക്കമാകുക. ഇനിയിപ്പോൾ ആ കൗൺസിലിംഗ് നടപടികൾ തുടങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്നത്തെ വിധി ഏറെ നിർണായകമായിരുന്നു. പുനഃപരീക്ഷ വീണ്ടും വേണമെന്ന് സുപ്രീംകോടതി വിധിച്ചാൽ ഈ കൗൺസിലിംഗ് അടക്കം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നീറ്റ് കൗൺസിലിംഗുമായി NTA മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 24 ലക്ഷം വിദ്യാർത്ഥികൾ നോക്കിയിരുന്ന ഒരു വിധിയായിരുന്നു. ഇനി ഇതിൽ ഒരു പുനഃപരീക്ഷ വീണ്ടും നടത്തേണ്ടി വരുമോ എന്നുള്ളതെല്ലാം തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തായാലും ആ കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനമായിരിക്കുന്നു. ഈ പരീക്ഷയിൽ എന്തായാലും ചോദ്യപേപ്പർ ചോർന്നതായും അതിൽ അപാകത ഉണ്ടായതായും സുപ്രീം കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ ഇപ്പോൾ പുനഃപരീക്ഷ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. മാത്രമല്ല ഇനി നിരവധി ഹർജികൾ ഇനിയും സുപ്രീം കോടതിയിലെ പരിഗണനയിൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടുതാനും. ഇതിൽ പുനഃപരീക്ഷ വേണമെന്നുള്ള ഹർജി മാത്രമാണ് ആദ്യം പരിഗണിച്ചത്. ഇനി പരീക്ഷ റദ്ദാക്കുന്ന ആവശ്യപ്പെട്ടുള്ള മറ്റു ഹർജികളുണ്ട്. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളുണ്ട്. അങ്ങനെ നിരവധി ഹർജികൾ ഇനിയും ബാക്കിയുണ്ട്. ഇതെല്ലാം തന്നെയും വരും ദിവസങ്ങളിൽ ഇതേ ബെഞ്ച് തന്നെ പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും പുനഃപരീക്ഷ വേണമെന്ന ഹർജിയായിരുന്നു ആദ്യം പരിഗണിച്ചത്. അതിലാണ് ഇപ്പോൾ ഒരു അന്തിമ വിധിയായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും നീറ്റിൽ പുനഃപരീക്ഷ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത്. വിനു, സിബി, ഈ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഇപ്പോൾ ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇത് മാത്രമാണ് എടുത്തത്. മറ്റൊരുപാട് സംഭവങ്ങൾ ഇനി കോടതിയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് എത്തും. കാരണം ഇത്രയും കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വിധി കൂടിയാണല്ലോ ഇത്. തീർച്ചയായും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഒരു വീണ്ടും പരീക്ഷ വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഇനി കൗൺസിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. മാത്രമല്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെബ്സൈറ്റ് അടക്കമെല്ലാം തന്നെയും വെബ്സൈറ്റിലടക്കം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇടുകയും ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ സീറ്റുകൾ ഒഴിവുണ്ടെന്നെല്ലാം തന്നെയും രേഖപ്പെടുത്താൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളോടും എല്ലാം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഹർജി പരിഗണിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ പുനഃപരീക്ഷ വേണ്ട എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ ഇനി കൗൺസിലിംഗ് നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതേസമയം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായ വാദമാണ് കേട്ടത്. ഇതിൽ നിരവധി വാദങ്ങൾ, ഏകദേശം 40-ലധികം ഹർജികൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെയും പ്രത്യേകമായി വാദിക്കുകയും അവരെല്ലാം തന്നെയും സുപ്രീം കോടതി കേൾക്കുകയും ചെയ്തു. ഇതിൽ കൃത്യമായ ക്രമക്കേട് നടന്നുവെന്ന് സ്ഥിരീകരിക്കുകയും പരീക്ഷ ചോദ്യപേപ്പർ നേരത്തെ തന്നെ ചോർന്നു എന്നല്ലാതിനെയും ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ വീണ്ടും റീടെസ്റ്റ് നടത്തുക എന്നുള്ളത് ഏറ്റവും അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു പരീക്ഷയുടെ വിശ്വാസ്യത ചോർന്നുവെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാലും കൂടാതെ ഇതിന്റെ ചോർച്ച വ്യാപകമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ വീണ്ടും പരീക്ഷ നടത്താൻ കഴിയൂവെന്ന് ആദ്യമേ തന്നെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. പിന്നീടായിരുന്നു വിശദമായ വാദത്തിലേക്ക് പോയത്. ഇതിൽ ജാർഖണ്ഡ് അതോടൊപ്പം തന്നെ ഈ ബീഹാർ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ചോർച്ച സംബന്ധിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ഇടങ്ങളിൽ ഇത്തരത്തിൽ ചോർച്ച ഉണ്ടായി എന്ന് കൃത്യമായ ഒരു തെളിവ് സഹിതം ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഈ ഒരു പരീക്ഷയിൽ വീണ്ടും ഇത്തരത്തിൽ 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയം. അതിനാൽ ഒരു പുനഃപരീക്ഷയിലേക്ക് പോകേണ്ട എന്ന തീരുമാനം ചീഫ് ജസ്റ്റിസ് എടുക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും
ഈ പരീക്ഷയുടെ നടത്തിപ്പിൽ വ്യാപകമായ ഒരു പിഴവ് സംഭവിച്ചു എന്ന് കൃത്യമായി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെയും NDAനെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും നീറ്റിൽ പുനഃപരീക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും ഇതിൽ വ്യാപകമായ അല്ലെങ്കിൽ ഇതിൽ ഈ പരീക്ഷ നടത്തിപ്പിൽ വലിയ പിഴവുണ്ടായെന്നും ഇതിൽ ചോർച്ച സംഭവിച്ചു എന്നതിനെയും കൃത്യമായി സുപ്രീം കോടതി അക്കം വെട്ട് നിർത്തുന്നു. അതുകൂടാതെ 155 വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചു എന്ന് കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീറ്റ് പരീക്ഷയിൽ ഇത്തരത്തിൽ താൽക്കാലികമായ ഒരു ആശ്വാസം കേന്ദ്ര സർക്കാർ ഉണ്ടെങ്കിൽ പോലും വരുന്ന ഹർജികളിലെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള വാദങ്ങൾക്ക് ഇനി സുപ്രീം കോടതി വേദിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിനു, യെസ്, നീറ്റിൽ പുനഃപരീക്ഷയില്ലെന്ന് സുപ്രീം കോടതി. നീറ്റ് പരീക്ഷയിൽ വ്യാപക ക്രമക്കേട് ഉണ്ടായില്ല, പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതിന് തെളിവില്ലെന്നും പട്നയിലും ജാർഖണ്ഡിലും മാത്രമാണ് ക്രമക്കേട് നടന്നതെന്നും സുപ്രീം കോടതി. വിവരങ്ങളാണ് സിബി നൽകിക്കൊണ്ടിരുന്നത്.